പ്രണയ സാഫല്യം. സ്റ്റോറി ആൻഡ് പ്രസന്റേഷൻ ഷെറിൻ. സാരിയും ആഭരണങ്ങളും മുല്ലപ്പൂവുമൊക്കെ ചൂടി കണ്ണാടിയുടെ മുന്നിലിരിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ശ്രീ, ഒന്ന് വേഗം റെഡിയാവൂ, ചെറുക്കൻ കൂട്ടർ വരാറായി. ഹരിയേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ശ്രീമംഗലത്ത് ശിവശങ്കര മേനോന്റെയും സുമിത്രയുടെയും മക്കളാണ് ശ്രീഹരിയും ശ്രീനന്ദയും. ശിവശങ്കര മേനോൻ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രമാണി കൂടിയാണ്. ഇവർ പാരമ്പര്യമായി ബിസിനസ്സുകാരാണ്. ഇന്ന് ശ്രീനന്ദയുടെ വിവാഹമാണ്. വളരെ ആർഭാടങ്ങളോട് കൂടിയുള്ള വിവാഹമാണ് നടക്കുന്നത്. വില കൂടിയ സാരിയിലും ആഭരണങ്ങളിലും വല്ലാതെ വീർപ്പുമുട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? എല്ലാം വേണ്ടെന്ന് വെച്ചതല്ലേ, പിന്നെയും എന്തിനാ താൻ? ഇല്ല, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ, അവർ കാണിക്കുന്ന ആളെ കല്യാണം കഴിക്കാമെന്ന്. ഇല്ലെങ്കിൽ അവരെന്റെ മഹിയെ. ഓർക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. എന്നാലും എന്താണ് അവർ എൻ്റെ മഹിയിൽ കണ്ട കുറ്റം? എന്ത് കുറവാണ് അവനുള്ളത്? വളരെ നല്ലവനല്ലേ എൻ്റെ മഹി. പണവും പ്രശസ്തിയും ഇല്ലെങ്കിലെന്താ, നല്ല വിദ്യാഭ്യാസമില്ലേ, എല്ലാവരെയും സഹായിക്കാനുള്ള നല്ലൊരു മനസ്സില്ലേ, എല്ലാത്തിലുപരി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ഇല്ല, ഇപ്പോൾ എന്നെ വെറുത്ത് കാണും. തേച്ചിട്ട് പോയ പെണ്ണിനെ ആരെങ്കിലും സ്നേഹിക്കുമോ? എന്തിനായിരുന്നു ഞാനന്ന് മിത്രയുടെ വീട്ടിലേക്ക് പോയത്? പോയില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു. ഇന്നലെ വരെ തനിക്കത് തൻ്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളായിരുന്നു. എന്നാൽ ഇന്നതൊരു വേദനയായി തീർന്നിരിക്കുന്നു. ശ്രീ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊക്കെ തെളിഞ്ഞു വന്നു. അന്ന് ആദ്യമായി മഹിയെ കണ്ട ദിവസം. അയ്യോ, ഇനി എന്തു ചെയ്യും? ട്രെയിൻ 1 hour ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ ഇനി വീട്ടിലെപ്പോൾ എത്താനാ? എൻ്റെ ശ്രീ, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ. നീ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ. നാളെ കാലത്ത് ഞാൻ നിന്നെ ട്രെയിൻ കയറ്റി വിടാം. ഏയ്, അതൊന്നും ശരിയാവില്ല മിത്ര. അച്ഛനും ഹരിയേട്ടനും ഇനി ശരിയാക്കും. വണ്ടിയും കൊണ്ട് ഇപ്പോഴേ എത്തിയിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. ശ്രീനന്ദയുടെ കൂട്ടുകാരിയാണ് മിത്ര. അവർ രണ്ടുപേരും കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരാൻ വേണ്ടി ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. പറഞ്ഞു തീരുമ്പോഴേക്കും ട്രെയിൻ എത്തി. കോയമ്പത്തൂരിലേക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നിറയെ തമിഴന്മാരായിരുന്നു വണ്ടിയിൽ. അത് കണ്ടതോടെ ശ്രീയുടെ പകുതി ജീവൻ അങ്ങ് പോയി. മിത്ര കോഴിക്കോട് ഇറങ്ങിയാൽ പിന്നെ താൻ ഒറ്റയ്ക്ക് പാലക്കാട് വരെ, അതും ഈ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ആളുകളുടെ കൂടെ. ഓർക്കുമ്പോൾ തന്നെ ശ്രീക്ക് പേടിയായി. എന്താ ശ്രീ, നീ ഇങ്ങനെ തലകുത്തി നിന്ന് ആലോചിക്കുന്നേ? എങ്ങനെ പോവുമെന്നാവുമല്ലേ? നിന്റെ ഏട്ടനും അച്ഛനും വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നീ പോണം, അല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? മിത്ര ഒന്ന് ആക്കിയ പോലെ പറഞ്ഞപ്പോൾ ശ്രീ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോയേക്കാം, ഈ തമിഴന്മാരുടെ കൂടെ നാട്ടിലേക്ക് എന്നും പറഞ്ഞ് ശ്രീ പുറത്തേക്ക് നോക്കിയിരുന്നു. ദേ പെണ്ണെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. നിന്റെ ഏട്ടനെ വിളിച്ച് പറഞ്ഞേ ഇന്ന് വരാൻ പറ്റില്ലാന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ ഫോൺ തന്നെ, ഞാൻ വിളിച്ച് പറയാം. അതും പറഞ്ഞ് മിത്ര ശ്രീയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീ മിത്രയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ഏട്ടനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ട്രെയിനിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനും ഏട്ടനും ഒക്കെ സമ്മതിച്ചു. ശ്രീക്കും മിത്രക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളായിട്ട് മിത്ര അവളെ വീട്ടിലേക്ക് വിളിക്കുന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മിത്രയുടെ സ്റ്റേഷനെത്തി. രണ്ടാളും ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും അവരെ കാത്തു നിന്നെന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. മിത്രയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി. ഇത് കണ്ടതും ശ്രീക്ക് ദേഷ്യം വന്നു. ഏയ്, താൻ എന്താടോ ഈ കാണിക്കുന്നത്? അവളുടെ ബാഗ് അവള് പിടിച്ചോളും. തൻ്റെ ഹെൽപ്പ് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. താനിത് ചോദിക്കാതെയല്ലേ എടുത്തത്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് കൂലി കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കേട്ടതും മിത്രക്ക് ചിരിയാണ് വന്നത്. ശ്രീ, മഹിയേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നതാ. താൻ ഇതെന്തൊക്കെയായി പറയുന്നത്? ശ്രീ ആകെ വല്ലാതായി. മിത്രയുടെ ചിരി കണ്ടിട്ട് മഹി ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. ശ്രീക്ക് ആകെ നാണക്കേടായി. വലിയ ആള് കളിക്കേണ്ടായിരുന്നു, അവൾ മനസ്സിലോർത്തു. സോറി. ഒരൊഴുക്കം മട്ടിൽ ശ്രീ അത് പറഞ്ഞപ്പോൾ
മഹി ഒന്നവളെ കൂർപ്പിച്ചു നോക്കിയിട്ട് മിത്രയുടെ ബാഗും അവിടെ ഇട്ടുകൊണ്ട് അവൻ തിരികെ നടന്നു. മിത്ര, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇനിയും ഷോ കാണിച്ചു നിൽക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവും. അത് കേട്ടതും മിത്ര ബാഗും എടുത്ത് ശ്രീയുടെ കൈയും പിടിച്ചൊരു ഒറ്റ ഓട്ടമായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? നമ്മളെ വിളിക്കാനല്ലേ അവൻ വന്നത്. അവൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തോളും. എനിക്കെങ്ങും വയ്യ ഓടാൻ എന്നും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി. നിനക്ക് അറിയാഞ്ഞിട്ടാ ശ്രീ, ആള് ഭയങ്കര ചൂടനാ. വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ വഴിയാധാരായി പോവും മോളെ എന്നും പറഞ്ഞ് മിത്ര ശ്രീയെ വലിച്ച് അവിടെ നിന്നും ഓടി. കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരവിടെ എത്തിയിരുന്നു. ഇവനെന്താ ഇത്ര അഹങ്കാരം? പുറകിലത്തെ സീറ്റിലിരുന്ന് ശ്രീ മിത്രയോട് പിറുപിറുക്കുന്നത് കേട്ട് മനു ഒന്ന് മിററിലൂടെ പുറകിലോട്ട് നോക്കിയതും അതേസമയം ശ്രീയും അവനെ നോക്കിയിരുന്നു. അതെ, ഞങ്ങൾക്ക് വീട്ടിലേക്കാ പോകേണ്ടത്, ഹോസ്പിറ്റലിലേക്കല്ല. നേരെ നോക്കി വണ്ടി ഓടിക്കേ. ഇതും കൂടി ആയപ്പോൾ മഹിക്ക് ആകെ ദേഷ്യം വന്നിരുന്നു. ആരാ മിത്ര ഇത്? ഇതുപോലെയുള്ള തൻ്റെടികളുമായിട്ടാണോ നിന്റെ കൂട്ട്? ഇത് കേട്ടതും ശ്രീ എന്തോ പറയാനായി വന്നതും മിത്ര അവളെ കണ്ണുകൊണ്ട് വിലക്കി. വീട്ടിലെത്തിയതും മിത്രയുടെ അമ്മയും അച്ഛനുമൊക്കെ ശ്രീയെ സ്നേഹത്തോടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും നോക്കി കാറിലിരുന്ന് മഹി പല്ലിറുമ്മി. രാവിലെ ഒരുപാട് ലേറ്റായിട്ടാണ് ശ്രീ ഉണർന്നത്. മിത്ര എണീറ്റിട്ടുണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടെയാണ് അവൾ ഉണർന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമല്ലോ എന്നാലോചിച്ച് അവൾക്ക് ആകെ വിഷമമായി. ഒരു രാത്രി തന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത് തന്നെ എന്തോ ഭാഗ്യം എന്നോർത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതും ദേ നിൽക്കുന്നു നമ്മുടെ കടുവ. കാറ് കഴുകുകയായിരുന്ന അവനെ കണ്ടതും അവൾക്ക് അവനോട് പുച്ഛം തോന്നി. ഇവിടുത്തെ ഡ്രൈവറായിരുന്നിട്ടാണോ ഇവൻ ഇത്ര അഹങ്കാരം? എന്നാലും ഈ മിത്ര എന്തിനാ വെറും ഡ്രൈവറായ ഇവനെ ഇങ്ങനെ പേടിക്കുന്നത്? രാവിലെ വൈകി എണീറ്റത് കാരണം പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. 11:30ക്കാണ് ട്രെയിൻ. വീട്ടിൽ നിന്നാണെങ്കിൽ തലങ്ങും വിലങ്ങും വിളി വരുന്നുണ്ട്, എപ്പോഴാ വരുന്നതെന്നും ചോദിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഇറങ്ങി. മനുവും മിത്രയും കൂടിയാണ് അവളെ കൊണ്ടുവിടാൻ പോയത്. പോകുന്ന സമയത്ത് മഹിയുടെ മുഖം കണ്ടതും ശ്രീ മിത്രയോട് പറഞ്ഞു, മിത്ര, നിന്റെ അച്ഛനെയും അമ്മയേക്കാളൊക്കെ നിനക്ക് പേടി നിന്റെ ഡ്രൈവറെയാണല്ലോ. ഇത് കേട്ടപ്പോൾ മിത്ര ആദ്യം ഒന്ന് നെട്ടി, പിന്നെ അവളോട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. ഇതേ സമയം ശ്രീ മിററിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് തന്നെ നോക്കി പല്ലിറുമുന്ന മഹിയെയാണ്. തന്നെ തന്നെയാ പറഞ്ഞേ, താനവളുടെ ഡ്രൈവറല്ലേ, ഏട്ടനൊന്നും അല്ലല്ലോ അവളെ ഇങ്ങനെ പേടിപ്പിക്കാൻ. അവൻ എന്തെങ്കിലും തിരിച്ചു പറയുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തിയിരുന്നു. മഹിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൾ ബാഗും എടുത്ത് മിത്രയുടെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് പോയി. വീട്ടിലെത്തിയതും അവൾ ഫോൺ എടുത്ത് മിത്രക്ക് വിളിച്ചു. കാരണം അവൾക്ക് ട്രെയിനിൽ നിന്നും ഫോൺ വിളിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ട്രെയിൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ 1 മണിക്കൂർ മുമ്പേ വന്ന് ഹരിയേട്ടൻ അവിടെ കുറ്റിയടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ശ്രീഹരിക്ക് അനിയത്തി ശ്രീനന്ദ. ഹലോ ശ്രീ, നീ എത്തിയോ? എന്തു പറഞ്ഞു നിന്റെ ഏട്ടൻ? വഴക്ക് പറഞ്ഞോ? ഇല്ലടി, ഏട്ടൻ നല്ല സമാധാനത്തിലായിരുന്നു. അച്ഛനും ഒന്നും പറഞ്ഞില്ല. ഇനി ലേറ്റായിട്ടൊന്നും വരരുതെന്നും പറഞ്ഞു. ആർക്കും ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ പോട്ടെ, നിന്റെ ഡ്രൈവർ എന്തു പറഞ്ഞു? അവനോട് 2 പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. അയ്യോ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട് വരെ ചെവിയും പൊത്തിപ്പിടിച്ചോണ്ടാ ഞാൻ വന്നത്. നീ പറഞ്ഞതിൻ്റെയൊക്കെ ഇനി ഞാൻ അനുഭവിക്കണല്ലോ എന്നോർക്കുമ്പോൾ. മിത്ര ഒന്ന് നെടുവേർപ്പെട്ടു. മിത്ര, നീ എൻ്റെ അടുത്ത് വലിയ പുലിക്കുട്ടിയാണല്ലോ. ഒരു ഡ്രൈവറായ അവൻ്റെ മുന്നിൽ എന്തിനാ നീ എലിക്കുട്ടിയാവുന്നത്? അത് പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ മഹിയേട്ടൻ വളരെ പ്രിയപ്പെട്ടതാ. എന്തിനു പറയുന്നു, എന്നേക്കാൾ ഏറെ മഹിയേട്ടനെ അവർക്കിഷ്ടം. ഷെടാ, അതിനു മാത്രം എന്ത് ക്വാളിറ്റിയാ കടുവയ്ക്കുള്ളത്? എന്നാ ശരി, നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. അന്ന് മുഴുവൻ ശ്രീ മഹിയെക്കുറിച്ച് മാത്രമായിരുന്നു ഓർത്തത്.